العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين أما بعد. ആദരണീയരായ ഉസ്താദ് അവറുകളെ, സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ സന്നദ്ധ ഭടന്മാരെ, തുടക്കത്തിൽ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന 1-ാം നമ്പർ മുടി ആദ്യ വർഷങ്ങളിൽ അതിനെ എതിർക്കാൻ തയ്യാറായിട്ടില്ല. ഓരോ വർഷവും അത് റബീഉൽ അവ്വലിന് പുറത്തെടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്ന ഒരു ചെറിയ വാർത്ത മാത്രം അവരുടെ മുഖപത്രത്തിൽ വരാറുണ്ട്. അവ കാന്തപുരത്തെ ഏറെക്കുറെ ഉസ്താദുമാരിൽ നിന്നും നേരിട്ടും മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ ഒരു സംശയം ഉള്ളിനുള്ളിൽ മുളപൊട്ടി വന്നിരുന്നു. യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ശരീരത്തിന്റെ ഭാഗമായ ഒരു വിശുദ്ധ കേശം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് രാജകീയമായി എയർപോർട്ടിൽ ഇറക്കിയിട്ട് ആയിരക്കണക്കിന് കാറുകളുടെ അകമ്പടിയോടുകൂടി മർക്കസിലെത്തിച്ച് ഒരു മഹാസംഭവമായി അവതരിപ്പിക്കേണ്ടതാണ് അദ്ദേഹം. ഉള്ളാൾ തങ്ങളെ ആദരിക്കാനുള്ള പുതപ്പ് കൂടി കേരളത്തിലെ സകലമാന മഖ്ബറുകളും കൊണ്ടുപോയിട്ട് വലിയ ആരവായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ സ്ഥിതിക്ക് ഇതൊരു വലിയ സംഭവം ആക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ആക്കിയില്ല? ഇതിന്റെ പിന്നിൽ കൃത്രിമം ഉണ്ടായിരിക്കാം എന്ന ഒരു സംശയത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ ആദർശ പഠന ക്ലാസുകളിൽ സംശയ നിവാരണത്തിന്റെ വേദിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് കാരന്തൂർ മർക്കസിൽ പ്രവാചക കേശമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പരമാവധി അങ്ങ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് അറിയാത്തൊരു കാര്യം സംശയം ഉണ്ടെങ്കിലും നിഷേധിക്കാൻ പാടില്ല. ഒരിക്കലും വേങ്ങര ക്ലാസ്സിൽ ഞാൻ ആ മുടി പ്രവാചകരുടേതാണോ എന്നൊരു മുജാഹിദ് സുഹൃത്ത് ചോദിച്ചപ്പോ മറുപടി പറയാനിങ്ങനെ അറച്ചു നിൽക്കുന്ന സമയത്ത് പ്രിയങ്കരനായ മുസ്തഫൽ ഫൈസി ആ വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും. ഞാനത് ആ തുടക്കത്തിൽ ഞാനത് പറയാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇത് ഓരോ വർഷവും തുടർന്നപ്പോൾ ഒരു കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാൻ അതുമായി ബന്ധപ്പെട്ട ആളെ നേരിൽ സമീപിക്കുകയാണല്ലോ നല്ലത്. അങ്ങനെ ഞാൻ കാരന്തൂർ മർക്കസിലേക്ക് സ്വാഭാവികമായും ടെലഫോൺ ചെയ്തു. വ്യാജ ഫോണല്ല, എന്റെ പേര് പറഞ്ഞ് എന്റെ ഡെസിഗ്നേഷൻ പറഞ്ഞുകൊട്ടെ. ടെലഫോൺ എടുത്ത ആള് പ്രധാനപ്പെട്ട ഈ വിഷയം ചോദിക്കാനെന്ന് പറഞ്ഞപ്പോ സി ഉസ്താദിന് കൊടുക്കാമെന്ന് പറഞ്ഞു. സി ഉസ്താദ് എന്നാൽ കാന്തപുരം AP അബൂബക്കർ ഷേറുടെ മകളുടെ ഭർത്താവ്, മർക്കസിന്റെ ജനറൽ മാനേജർ. അദ്ദേഹം ടെലഫോൺ അറ്റ് കൊടുത്തു. ഞാൻ എന്നെ പരിചയപ്പെടുത്തി. അവിടെയുള്ള ഈ മുടി പ്രവാചക തിരുമേനിയുടേതാണോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താൻ വിളിച്ചതാണ്. നിരന്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. സുന്നി, നിങ്ങളും സുന്നിയാണ്, ഞങ്ങളും സുന്നിയാണ്. ഞങ്ങൾ നിഷേധിച്ചിട്ട് സുന്നിക്കൊരു പരിക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൃത്യമായി മനസ്സിലാക്കാൻ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ആ മുടിയുടെ സ്ഥിതി? അത് എവിടെ നിന്നാണ് നബി തങ്ങളെ മുടി നിങ്ങൾക്ക് കിട്ടിയത്? ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ മാന്യമായി പറഞ്ഞു, ഉസ്താദ് പുറത്താണ്, ഒരു 2-3 ദിവസത്തിനകം തിരിച്ചെത്തി നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചോ എന്ന് പറഞ്ഞു. ഞാനത് ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അത് എവിടെ നിന്ന് കിട്ടി എന്നൊരു പ്രാഥമികമായ വിവരം നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ചോദിച്ചു. അതേപോലെ നിങ്ങൾ നേരിട്ട് ഒന്ന് ചോദിച്ചോ, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു തരും എന്ന് പറഞ്ഞു. വീണ്ടും ഞാനൊരു മിനിമം വിവരം, ഇത്ര പ്രധാനമായ സംഭവം അവിടെ വന്നാൽ മർക്കസിന്റെ ജനറൽ മാനേജർ എന്ന നിലയിൽ, സാക്ഷാൽ കാന്തപുരം ഉസ്താദിന്റെ മരുമകൻ എന്ന നിലയിൽ തീർച്ചയായും ഒരു പ്രാഥമിക വിവരം നിങ്ങൾക്ക് ഇല്ലാതിരിക്കല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അദ്ദേഹത്തെ വിളിച്ചോളാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹക്കൻ, അത് ഗുജറാത്തിനോ ബോംബെയോ എവിടുന്നോ മൂപ്പര് കിട്ടാൻ എനിക്കതിനെ പറ്റിയാൽ മൂപ്പരോടൊന്ന് ചോദിച്ചോളിയായിരുന്നു. സത്യസന്ധമായിട്ടാണ് പറയണത്. ഞാനിത് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ സീഫൈസ് നിഷേധിച്ചിട്ടില്ല. കാരണം ഹക്കാണ്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് സംശയം വർദ്ധിച്ചു. അപ്പൊ എന്തോ സംതിങ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കാന്തപുരത്തെ നേരിൽ വിളിച്ചു. ടെലഫോണിൽ കിട്ടി. അദ്ദേഹത്തോടും ഇതേപോലെ വിഷയം ചോദിച്ചു. ഒരു 5-10 മിനിറ്റ് ഞാൻ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഞാൻ തമ്മിലുള്ള ബന്ധം പരിചയപ്പെടുത്തി. ഉസ്താദ്, നമ്മൾ രണ്ടും 2 ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് കൂടുതൽ ബന്ധമില്ലാത്തത്. അന്ന് ഇന്ന കാലത്ത് നമ്മൾ പരിചയപ്പെട്ടു, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തതും ഒക്കെ ഞാൻ പറഞ്ഞു, അതിന് പരിചയപ്പെടുത്തി. അപ്പോൾ വേഗം മനസ്സിലായി
എന്തൊക്കെയാണ് മാനുഷിയുടെ വിശേഷങ്ങൾ? മാനുഷിന്റെ അമ്മോഷനാണ്. സമസ്തന്റെ പണ്ഡിതന്മാരെ കുറിച്ച് മറ്റും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ വിഷയമാണ്. ആശയം ആദർശം നമ്മുടെ ഒന്നാ. ഗ്രൂപ്പ് പ്രശ്നത്തിന്റെ പേരിൽ രണ്ടായി എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഈ മുടി പ്രവാചകരുടേതല്ല എന്ന് പറയാൻ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ നമുക്ക് പറയണമെങ്കിൽ, പ്രവാചകരുടേതാണ് എന്ന് പറയണമെങ്കിൽ ഒരു ഉറപ്പ് കിട്ടാനാണ്. നിങ്ങൾക്കത് എവിടെ നിന്ന് കിട്ടി ഉസ്താദ് പറഞ്ഞുകൂടാൻ ചോദിച്ചു. എങ്ങനെ പറഞ്ഞാലും ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് മൂപ്പര് മാത്രം മറുപടി പറയുക. മൂപ്പര് മുടിയുടെ ഫലായിലും ഹദീസും സംഭവങ്ങളും ഇങ്ങനെ പറഞ്ഞു നീട്ടിക്കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, ഉസ്താദ് എനിക്ക് പ്രാഥമികമായൊരു വിവരം പറഞ്ഞു തന്നൂടെ, അത് എവിടുന്ന് കിട്ടി ഉസ്താദിന്? അല്ലെങ്കിൽ ഒരു സനത് എന്തെങ്കിലും തെളിവ് പറഞ്ഞു ചോദിച്ചു. അപ്പൊ സനത് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. മൂപ്പര് അടുത്ത നമ്പർ എടുത്തു. മോനെ, സനത് എങ്ങനെ കാണിച്ചു തരാ? അതൊരു സനത് പരമ്പരയിൽപ്പെട്ട വലിയ വലിയ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേർന്നു. ഒരു മഹാ തമാശ, അതിവിദഗ്ധനാണല്ലോ. സനതിലെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ല, അങ്ങനെ കാണിച്ചു തരാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങളോട് ചോദിച്ചത് ആ സനത് എന്ന് പറഞ്ഞാൽ ആ എഴുതി വെച്ച ആളുടെ പേര് വിവരങ്ങളാണെന്ന് ഉസ്താദിന് അറിയാലോ, അതൊന്ന് പറഞ്ഞോട് ചോദിച്ചു. അവസാനം ഞാൻ ചുരുക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, അത് മോനെ എനിക്ക് വിശ്വാസയോഗ്യമായെന്ന് കിട്ടിയതാ. ഇനി അങ്ങനെ നിർബന്ധമായ പ്രശ്നം വരികയാണെങ്കിൽ വല്ല മുജാഹിദോ ജമാഅത്തോ പ്രശ്നമാക്കുകയാണെങ്കിൽ മോനം ചെയ്തോ, അവരെ കൂട്ടിക്കിട്ടുവാ, നമുക്ക് ആ സനത് കാണിച്ചു കൊടുക്കാം. അൽഹംദുലില്ലാ സമാധാനം സലാം പറഞ്ഞു പിരിഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഗൾഫിലേക്കുള്ള യാത്രയിലാണ്, എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിൽ ലാൻഡ് ഫോൺ എന്നാണ് വിളിച്ചത്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഈ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. എന്നെ ചോദിച്ചു. ഓഫീസ് സെക്രട്ടറി എന്നെ വിളിച്ച് ഞാൻ ഫോൺ വാങ്ങി. പിന്നെ വേറൊരു കാര്യമുണ്ട്, വഹാബി മൗലൂദികൾക്കും തർക്കമുണ്ടാക്കിയാണ്ട് മോന് ആ സനത് കാണിക്കാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരണ്ട. അവരെത്ര സത്യം കാണിച്ചു കൊടുത്താലും വിശ്വസിക്കൂല. ഇതല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല, ബറക്കത്തിന്റെ കാര്യം. വിശ്വാസമുള്ളവർ വിശ്വസിച്ചോട്ടെ, ഇല്ലെങ്കിൽ വിശ്വസിക്കേണ്ട എന്ന് വെച്ചാൽ മതി എന്ന് മൂപ്പര് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഏറെക്കുറെ കാര്യം ബോധ്യപ്പെട്ടത് കൃത്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മളിത് ശരിയായ നിലയിൽ സ്ഥിരീകരിക്കപ്പെടുന്ന തെളിവുകൾ അവർ ഹാജരാക്കാൻ തയ്യാറാകുന്നില്ല. ഉണ്ടെങ്കിൽ ഹാജരാക്കപ്പെട്ടെ എന്ന നിലയിൽ അതിനെ നിഷേധിക്കാനും എതിർക്കാനും തുടങ്ങിയത്. അതിനെ നിഷേധിക്കാനും എതിർക്കാനും തുടങ്ങിയപ്പോൾ അതിന്റെ തെളിവ് പറയുന്നതിന് പകരം ഇതിന് ഒരു തെളിവും അവരുടെ കയ്യിലില്ല എന്ന് ഉറപ്പാണല്ലോ. പക്ഷെ എവിടെ നിന്ന് കിട്ടി നമുക്കും അറിയില്ല, അവർ പുറത്തറിയിച്ചതുമില്ല. അങ്ങനെ ഇരിക്കെ പ്രസംഗിച്ച കൂട്ടത്തിൽ, ലോകത്ത് പല മുടികളെ കുറിച്ച് ചർച്ച ചെയ്ത കൂട്ടത്തിൽ, പല മുടികളുടെയും പേരുകളുടെ കൂട്ടത്തിൽ അബുദാബി ഹസ്രജിയുടെ മുടിയുമായി ബന്ധപ്പെട്ട പരാമർശവും ഞാൻ നടത്തിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സാക്ഷാൽ അഹമ്മദ് ഹസ്രജി ഈ പ്രവാചക തിരുമേനി നേരിട്ട് സ്വപ്നം കാണിച്ചു കൊടുത്തു. അതെന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ കൈവശം പ്രവാചക തിരുമേനി ക്യാഷുണ്ട്. അള്ളാഹുന്റെ റസൂൽ ഇദ്ദേഹത്തിന് സ്വപ്നം കാണിച്ചു കൊടുത്താൽ ലോകത്ത് ഇന്ത്യ എന്ന മഹാരാജ്യമുണ്ട്. ആ ഇന്ത്യയിൽ കേരളം എന്ന സംസ്ഥാനമുണ്ട്. ആ കേരളത്തിൽ കോഴിക്കോട് എന്ന പട്ടണമുണ്ട്. ആ പട്ടണത്തിനടുത്ത് കാരന്തൂർ എന്ന പ്രദേശമുണ്ട്. അവിടെ നിന്ന് ആധാറുകൾ സൂക്ഷിക്കാൻ യോഗ്യനായ ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദ്. അതുകൊണ്ട് ഈ കേസം അദ്ദേഹത്തെ കൈമാറണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണിച്ചു കൊടുത്തു തന്നെ അദ്ദേഹം നേരിട്ട് കൊണ്ടുവന്ന് മുടി കൈമാറി. ആ മുടിയുടെ സനദ് സഹിതം അക്കാര്യം വായിച്ചുകൊണ്ട് അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ പ്രത്യക്ഷത്തിൽ ആ മുടിയെ നമ്മൾ എതിർക്കാൻ തയ്യാറായിട്ടില്ല, നമ്മൾ തവഖുഫ് ചെയ്തു. ഈ ഘട്ടത്തിൽ ഇവരുടെ സമ്മേളനം ഈ മുടി കൈമാറി സനദ് സഹിതം കൈമാറി പബ്ലിക്കായി കൈമാറിയ സമ്മേളനത്തിന് തൊട്ടടുത്ത ആഴ്ചയിൽ പട്ടിക്കാട് ജാമിഅ അറബി കോളേജിലെ സമ്മേളനം. ആ സമ്മേളനത്തിൽ പല സുഹൃത്തുക്കളും പറഞ്ഞു, ഖസറജ് മുടി കൊടുത്തിട്ടുണ്ട്, ആ മുടിയുടെ അവസ്ഥ ഒന്ന് വിശദീകരിക്കണം. ഞാൻ ഒറ്റയ്ക്ക് വിശദീകരിക്കാൻ കഴിയില്ല. കാരണം ആ മുടി അവിടെ ഉണ്ട് എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. നമുക്ക് സ്ഥിരീകരിക്കാതെ വ്യാജമാണോ ഒറിജിനലാണോ ബോധ്യപ്പെടാതെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാനതിനെ പറ്റി ഒരു പരാമർശവും നടത്തിയില്ല. പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് റബീഉൽ അവ്വലിൽ ദുബൈയിൽ പോയി, അബുദാബിയിൽ പോയി. അബുദാബി ചെറുപ്പം ഫസ്റ്റ് ജിജ്ഞാസയോടുകൂടി അന്വേഷിച്ചത്, കാരണം ഈ ഖസർജിയുടെ അടുക്കൽ ഇന്ത്യയുടെ മുടി ഇവിടെ കൊണ്ടു കൊടുത്തല്ല പരസ്യക്ക്. അപ്പൊ എല്ലാ റബീഉൽ അവ്വലിലും പ്രദർശിപ്പിക്കുന്ന പോലെ ഈ പ്രാവശ്യം റബീഉൽ അവ്വലിൽ മുടി പ്രദർശിപ്പിച്ചിരുന്നോ എന്ന് അന്വേഷിച്ചു. ഇവിടെ പിന്നെയും പ്രദർശിപ്പിച്ചിരുന്നു എന്ന് അറിഞ്ഞു. അതെങ്ങനെ പരിപാടി? ഹസ്രത്തിന്റെ കൈവശം ഒരു മുടിയുണ്ട്, ആ മുടി കാന്തപുരത്തിൽ കൊടുത്തു എന്ന് ഉറപ്പ് നമ്മൾ കണ്ടതാണ്. പിന്നെങ്ങനെ ആ മുടി അവിടെ പ്രദർശിപ്പിക്കാതെ കറാമത്തുള്ള മൊഴിഞ്ഞിട്ടുണ്ടോ? അപ്പോഴാണ് കൃത്യമായി അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് 1 മുടിയോ 10 മുടിയോ 1000 മുടിയോ 10000 മുടിയോ ഒന്നുമല്ല, വലിയ 2 മുടിക്കെട്ടുകളുണ്ട്. ആ മുടിക്കെട്ടുന്ന ഒരു മുടിന്റെ കഷ്ണാണ് കാരന്തൂർ കൊടുത്തിട്ടുള്ളത്.
സുബ്ഹാന ജലാലുഹു. അപ്പൊ സംശയത്തിന്റെ തിരമാലകൾ മനസ്സിൽ അലയടിച്ചു വന്നു. നമ്മൾ ഒരുപാട് കിതാബുകൾ വായിച്ചു പോയിട്ടുണ്ട്. ലോകത്തെ പല സ്ഥലങ്ങളും നബി തങ്ങളുടെ ഷഹറത്ത് മുബാറക്കത്ത് ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം, ആറെണ്ണം, അഞ്ചെണ്ണം സൂക്ഷിച്ചു വന്നിട്ട് പഴയ കാലത്തുള്ള കിതാബുകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ രണ്ട് മുടിക്കെട്ടുകൾ ലോകത്ത് ചരിത്രത്തിൽ ഏതെങ്കിലും മഹാന്റെ കൈവശം സൂക്ഷിച്ച് പാരമ്പര്യമായി പോകുന്ന ഒരു രേഖയും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ശരിയല്ലേ, കൃത്രിമമാണോ എന്ന് സംശയം ഉയർന്നു വന്നു. സ്വാഭാവികമായും വിശദമായി പഠിച്ചപ്പോൾ 99% മാത്രമല്ല 100% ബോധ്യപ്പെട്ടു. ആ മുടി വ്യാജമാണ്, കൃത്രിമമാണ്. ഇവിടെ അവതരിപ്പിച്ചതുപോലെ അത് പാരമ്പര്യമായി അദ്ദേഹത്തിന് കിട്ടിയതല്ല, അദ്ദേഹം കൃത്രിമമായി സംഘടിപ്പിച്ചതാണ്. ആ സംഘടിപ്പിച്ചൽ തന്നെ ഒന്നാമത്തെ മുടി കാരന്തൂരിൽ ആരാണോ ഇറക്കുമതി ചെയ്യാൻ കൊടുത്തത് അതേ വ്യക്തിയിൽ നിന്ന് നേരിട്ട് ഹസ്രജിക്ക് ആ മുടി കൈമാറി അവിടെ നിന്ന് അറബി മുടിയാക്കി വൈറ്റാക്കി തിരിച്ചങ്ങോട്ട് കൊണ്ടുവന്നാണെന്ന് ബോധ്യപ്പെട്ടു. ഇങ്ങനെ പശ്ചാത്തലത്തിലാണ് എതിർത്തത്, അല്ലാതെ അന്ധമായി ഒരിക്കലും എതിർത്തിട്ടില്ല, നമുക്ക് എതിർക്കാൻ പറ്റുകയുമില്ല. ഇതാണ് വസ്തുത. നമുക്ക് ഇനി ഉസ്താദിനോട് കുറെ ചോദ്യങ്ങളുണ്ട്. ചോദിച്ച ചോദ്യത്തെ കൃത്യമായി ബോധ്യപ്പെടുന്ന മറുപടി ലഭിച്ചിരിക്കുന്നു. എന്നാലും ഉസ്താദിനെ ആ വിഷയത്തിൽ തന്നെ ഞങ്ങൾക്ക് കുറെ ചോദിക്കാനുണ്ട്, ചോദിക്കാതിരിക്കില്ല. ഇൻഷാ അല്ലാഹ് അവിടെ ചോദിക്കപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞു ജാലിയവാല ആരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ സംശയം ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞു ഉസ്താദിന്റെ ഷേഖാണ് 2. അപ്പൊ ഉസ്താദിന്റെ ആരാണ് അല്ല എന്ന് നമുക്ക് കേൾക്കാൻ, ഉസ്താദിനെ കുറിച്ച് പറയാൻ മാദിഹെ ഉസ്താദുണ്ട്. ആ വന്യനായ ആ മനുഷ്യനെ ഞാൻ നേരിൽ ക്ഷണിക്കുകയാണ് ഈ വേദിയിലേക്ക്. 2 അടിച്ചോ. आपसे बोल देता അതിലവസാനം പറഞ്ഞത് ഉസ്താദിന്റെ ഷേഖുമൊക്കെയായ വലി ജാലിയവാലക്ക് കൊടുത്തു എന്നാണ്. എവിടെ അതാ ക്ലിപ്പിന്റെ എന്താ സൗണ്ട്, എന്താ പ്രശ്നമുണ്ട്? ശരിയായിക്കോളത്. അത്
പകരം പറയുന്നില്ല, സ്വപ്നത്തിലാണെന്ന് കരുതിയാൽ മതി. ഓക്കെ. ഏതായാലും ആ പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞത് ജാലിയവാല ഉസ്താദിന്റെ ശൈഖ് മുറബി എന്നാണ്. തൊട്ടു മുമ്പ് പറയുന്നുണ്ട് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയാണെന്ന്. ഞങ്ങൾക്കൊരു സംശയം, ഇവർ ചിലത് പറയാ, മറ്റു ചിലത് പറയാ, മറ്റു ചിലർ വേറെ പറയാ. ഞങ്ങളെ പോലുള്ളവരൊക്കെ പോരാൻ തന്നെ കാരണം അതായിരുന്നു. ഒരാൾ ഒന്ന് പറയും, വേറൊരാൾ വേറൊന്ന് പറയും. ഞങ്ങളോട് ഈ പറയപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയും ഇന്നതാണെന്ന്, പേരോട് പറയുന്നത് സ്റ്റേജിൽ നിന്ന് വേറെ കേൾക്കും, ഇദ്ദേഹം സ്വപ്നത്തിലൂടെ വേറെ പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഈ ലെവലില്ലാത്ത സാധനങ്ങൾ ആ രൂപത്തിലാണ് ലെവലില്ലാതെ പറഞ്ഞു വരുന്നതെന്ന് ബോധ്യപ്പെട്ടപ്പോ ഇത് റസൂലുള്ളാഹിയുടെ പേരിൽ പറഞ്ഞ കളവാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനി മറ്റൊരാളെ കേൾക്കാം. എന്നാല് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം സയ്യിദ് കുടുംബത്തിൽ അംഗമെന്നാണ്. ജാലിയവാല സയ്യിദാണെന്നാണ് പറയുന്നത്. ഞാൻ കട്ടായമായി എനിക്ക് പറയാൻ കഴിയും 60 ദിവസം 70 ദിവസം 80 ദിവസം അങ്ങനെ ഒരുപാട് ദിവസങ്ങളിൽ ആ ജാലിയവാലയുടെ മധുകൾ കേട്ട് പരിചയിച്ച പാരമ്പര്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ജാലിയവാല സയ്യിദല്ല എന്നത് ഉറപ്പാണ്. ഞാന് എന്റെ കയ്യിൽ കിടക്കുന്ന ലാപ്ടോപ്പിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പഴയ വീട് മുതൽ കാലിനടയാളമുള്ള ചെറിയ കുട്ടി മുതൽ മകൻ മുതൽ എല്ലാവരുടെയും ഫോട്ടോ സൂക്ഷിക്കുന്ന ആളാണ്. എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും അങ്ങനെ ഒരു സയ്യിദ് അല്ല അയാള്. സയ്യിദ് അല്ല എന്ന് പറയാൻ കഴിയും. വെറുതെ ഇപ്പൊ പൊന്മള സയ്യിദാന്ന് പറഞ്ഞ പത്രത്തിലുണ്ടായിരുന്നു, കാന്തപുരം സയ്യിദാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു സയ്യിദ് പറച്ചിൽ മാത്രമാണ്. എന്നാൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. മനസ്സിലാവില്ലേ? ആ, ഓക്കെ. പറഞ്ഞതാണ് കളവാണ്, സയ്യിദല്ല, മഹാനുമല്ല, അങ്ങനെ ഒന്നുമല്ല. വെറുതെ പറഞ്ഞുണ്ടാക്കി. ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ച് ഇവിടെ ആദർശം പറഞ്ഞു നടന്ന തിരുനബിയുടേതാണെന്ന് പറഞ്ഞ കളവ് പറഞ്ഞുണ്ടാക്കിയ ഈ വിഭാഗം പച്ചക്കള്ളത്തരം പറഞ്ഞെന്ന് മാത്രമല്ല, ഇനി നമുക്കൊരാളെ കൂടി കേൾക്കാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം നമുക്ക്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഈ വിഷയത്തിലുള്ള സമീപനം കൂടി കേൾക്കാം. ജീവിതത്തിൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ നീരതായി പറഞ്ഞിട്ടുള്ളൂ ധൈര്യത്തോടെ പറയാം, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതേ എതിർത്തിട്ടുള്ള ധൈര്യത്തോടെ പറയാം. മഹാനായ സ്ഥാനങ്ങളുടെ അടുക്കൽ ഒരു ദിവസം ഞാൻ പ്രത്യേകമായി പോയി. കാരണം മർക്കസിൽ ഒരു സാൽമുബാറക്കുണ്ടെന്ന് കേട്ടു.
ആ ഷഹർ മുബാറക്ക് ഞാൻ കണ്ടു എന്ന് മാത്രമല്ല ബഹ്റൈനിലും മക്കയിലും അതുപോലെ തുടങ്ങി ഒരുപാട് സ്ഥലത്തുള്ള മഹാപണ്ഡിതന്മാർ അതിന്റെ ചുറ്റുഭാഗത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുമ്പോ മദ്ഹ് പാടുമ്പോ അതുപോലെ സയ്യിദ് മുഹമ്മദ് അലി മാലിക്കിയെ പോലുള്ള ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ അതിനെ ആദരിക്കുമ്പോ അത് വിശ്വസിച്ചുകൊണ്ട് ഞാനും ആ മഹാന്മാരിരുന്ന് മദ്ഹ് പറയുന്ന സദസ്സിൽ രാത്രിയിൽ 3 മണി സമയത്ത് ഇരുന്ന മൗലിദോദികൾ എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷേ അത് എന്റെ സ്വന്തം വിശ്വാസത്തിലാണ്. കന്നഡയിൽ കർണാടകയിലെ പുത്തൂരിൽ അതിനെക്കുറിച്ചൊരു പ്രസംഗം നടത്താൻ പോകേണ്ട ആവശ്യം വന്നു. അന്ന് ഞാൻ അതിനോട് അതിന്റെ സ്ഥലത്തൊന്ന് കാണാൻ വേണ്ടി ഞാൻ മർക്കസിലേക്ക് പോയി. ചെന്ന ഉടനെ അതിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു മറ്റ് വിദേശ പ്രതിനിധികൾ കൊണ്ട് അത് കഴിഞ്ഞ് റൂമിലേക്ക് ഞാൻ കയറിയത് അതിന്റെ സ്ഥലം ചോദിക്കാനാണ്. സ്ഥാനീയയുടെ ബാത്റൂമിലേക്ക് പോയത് കൊണ്ട് അവിടെ കണ്ണാടിയിലാക്കി വെച്ച ഒരു കണ്ണാടിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ ചിത്രം കണ്ടപ്പോ ഞാൻ അതൊന്ന് വരെ നോക്കാൻ വേണ്ടി അടുത്തു ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൈർ മുബാറക് ഉസ്താദ് അവർക്ക് ബറകാത്തി സയ്യിദന്മാര് മുഖേന കിട്ടിയ സനദ് അച്ചടിച്ചിട്ട് കണ്ണാടിയിലാക്കി വെച്ചതാ കണ്ടത്. ബാത്റൂമിൽ ഇറങ്ങി ഉസ്താദ് ചോദിച്ചു എന്തിനാ പേരോടെ വന്നത്? ഞാൻ പറഞ്ഞു വന്ന കാര്യം എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഉടനെ എന്റെ മൊബൈൽ ഫോണിൽ ഞാനതടുത്തുള്ള കുട്ടിയെ കൊണ്ട് പകർപ്പിച്ചു. ഞാനതാ പോവുകയും ചെയ്തു. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ബോധ്യപ്പെടാതെ ഒരു കാര്യം പറയില്ലെന്ന് തീരുമാനിച്ചുകൊണ്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അതുകൊണ്ട് ധൈര്യത്തിൽ അത് പറയാൻ കഴിയും. ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് പാപം ചെയ്തില്ലെന്ന് പറയാൻ ധൈര്യമില്ല. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഇയാൾ പറഞ്ഞു സനത് കണ്ടു ബോധ്യപ്പെട്ടിട്ടുണ്ട്, മറ്റയാൾ പറഞ്ഞു സയ്യിദാണ് അയാള്, വേറൊരാൾ വേറൊന്ന് പറയാം, എനിക്കറിയാം അയാൾ സയ്യിദല്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു ചെറിയ വിഷയം വളരെ കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നൊരു വിഷയം അന്വേഷിക്കാൻ കഴിഞ്ഞിട്ട് പോലും അന്വേഷിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പറഞ്ഞതിന്റെ പിന്നിലെ ചേതോവികാരം ഇവരുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ബിസിനസ് നടത്താൻ വേണ്ടി തന്നെയാണ്. ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ല. സയ്യിദുമാരെയാണ് മുന്തിക്കുക. അപ്പൊ സയ്യിദാക്കിയ ഒരാള് പറഞ്ഞു ഇയാളെ സനത് എനിക്ക് കണ്ടു ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന സനത് വ്യാജമാണെന്ന് ഇപ്പോൾ നൗഷാദ് ഹസനി തന്നെ തുറന്നു പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ചോദിക്കുന്നു. ബോംബെയിലേക്ക് പോയ ഒരാളാണ് ബഹുമാന്യരായ ഹമീദ് ഫൈസി ഉസ്താദ്. അദ്ദേഹം സയ്യിദാണോ അല്ലേ എന്ന് ജാലിയവാലിയുമായുള്ള 2 ദിവസത്തെ സമ്പർക്കം 2-3 ദിവസം ഉണ്ടായിട്ടുണ്ട്. ആ സമ്പർക്കത്തിലൂടെ ഫൈസി ഉസ്താദിനെ അറിയാമല്ലോ. ഒന്ന് വിശദീകരിച്ചാൽ. ഈ ബറക്കാത്തി സാദാത്യങ്ങളിലൂടെയാണ് കിട്ടിയത് എന്ന് നേരത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ആ ബറക്കാത്തി സാദാത്യങ്ങൾപ്പെട്ട പ്രമുഖനാണ് ഈ മുടി കൈമാറിയ ഇഖ്ബാൽ മുഹമ്മദ് ജാരിയവാല എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ കാരന്തൂർ മർക്കസിലെ വിദ്യാർത്ഥി സംഘടന പ്രസിദ്ധീകരിച്ച തിരികേശ മഹത്വം വർത്തമാനം എന്ന പുസ്തകത്തിന്റെ പേജ് നമ്പർ 44 പറയുന്നു. ഞാൻ ആ വാക്ക് മാത്രം വായിക്കാം. ബോംബെ സ്വദേശിയായ സയ്യിദ് ഇഖ്ബാൽ വലി മുഹമ്മദ് ബറക്കാത്തിയാണ് മറ്റൊരു തിരികേശം കാന്തപുരം ഉസ്താദിനെ സമ്മാനിച്ചത്. അപ്പൊ അവർ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചത് അദ്ദേഹം സയ്യിദാണ്, അതും ബറക്കാത്തി കബീലയാണ്. ബോംബെയിൽ ചെന്ന സമയത്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഈ സംശയം വെച്ചുകൊണ്ട് തന്നെ ചോദിച്ചു, നിങ്ങൾ ഏത് കുടുംബത്തിൽപ്പെട്ട, നിങ്ങളുടെ കുടുംബ പരമ്പരയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എന്റെ കുടുംബ പരമ്പര ഒന്നും എന്റെ കയ്യിലില്ല. എന്നാലും നിങ്ങളെ ഉപ്പാന്റെ വല്യപ്പാന്റെ എത്ര പേരറിയുന്നു? എന്റെ വല്യപ്പ ബാഗ്ദാദിലുള്ള ആളാണ്. അതിന്റെ അപ്പുറം എന്തെങ്കിലും അറിയോ ചോദിച്ചു. ഇല്ല, വേറൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാലും നിങ്ങൾ വലിയ ഇതൊക്കെ വലിയ ശേഖരം സൂക്ഷിച്ചു വരണമെങ്കിൽ വലിയൊരു പരമ്പരപ്പെട്ട വലിയ മഹാനാണല്ലോ നിങ്ങൾ പൂർവികമായി ഏത് പരമ്പര കൂടെ വന്നാലോ ചോദിച്ചു. ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പരമ്പര കൂടെ വന്ന ആളാണ്. അപ്പൊ അതിനെന്തെങ്കിലും തെളിവ് പാരമ്പര്യമായിട്ട് നിങ്ങളെ കയ്യിൽ സൂക്ഷിച്ചു വരുന്ന രേഖകളോ തെളിവുകളോ പറഞ്ഞു കേട്ട എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. രേഖല്ല, തെളിവുണ്ട് പറഞ്ഞു. എന്താ തെളിവ് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിജ്റയിൽ അനുഗമിക്കുന്ന ഘട്ടത്തിൽ ആ സൗർ ഗുഹയിൽ തങ്ങിയപ്പോ ഒരു പാമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലിൽ കുത്തിയല്ലോ.
കൊത്തിയപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ വന്നു. നബിതങ്ങൾ ഉറങ്ങുകയായിരുന്നു. നബിതങ്ങൾ ഉണർന്നു. എന്താണ് ചോദിച്ചു. ഈ വിഷയം പറഞ്ഞു. തങ്ങളുടെ ഉമിനീരെടുത്ത് ആ വിഷം തട്ടിയ സ്ഥലത്ത് പേടിച്ചു. അദ്ദേഹത്തിന്റെ രോഗശമനം വന്നു എന്ന സംഭവം ചരിത്ര പ്രസിദ്ധ. അബൂബക്കർ സിദ്ദീഖിന്റെ പരമ്പരയിൽപ്പെട്ട എല്ലാ ഞങ്ങൾക്കും ഞാൻ വരെ ആ അടയാളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് പാമ്പ് കൊത്തി കാലിലെ അടയാളം തന്നു. അതന്നെ വലിയ തെളിവാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു ചോദിച്ചു. അദ്ദേഹം കാലിങ്ങനെ നീട്ടി. പുറംകാലം ചെറിയ അടയാളം ഉണ്ട്, കാണിച്ചുകൊണ്ട് അടയാളം തന്നു. അൽഹംദുലില്ലാ, വലിയ ഹൈർ. നമ്മൾ ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ പറയപ്പോൾ അവർക്ക് ഇത് ഹരാകുന്നത്. അങ്ങനെ ഇരിക്കെ വലിയ സൗകര്യമൊന്നുമില്ലാത്തൊരു പൊട്ടിപ്പൊളിഞ്ഞ ഫ്ലാറ്റാണ്. അവിടെ അദ്ദേഹത്തെ ആരും വിലമതിക്കുന്ന അവിടെ ചെന്നാൽ തന്നെ കാണും. അവിടെ തന്നെയാണ് നമ്മൾ പോകുന്ന. ആ വഴിക്കനുണ്ട് കുട്ടി, മകന്റെ കുട്ടി തൊട്ടിൽ ഉറങ്ങുന്നുണ്ട്. മകന്റെ കുട്ടിയാണ്. മകൻ അവിടെ സ്ഥലത്തില്ല. മകനില്ലാത്തോണ്ട് നമുക്ക് ഒത്തു കിട്ടിയത്. മകൻ ആദ്യം വളവനാണ്, ഇതൊന്നും കൊടുക്കാൻ സംഭവിക്കില്ല, കാണിച്ചു തരാം. അപ്പൊ നമുക്ക് മകന്റെ കുട്ടിക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖിന്റെ പാമ്പ് കൊത്തിയാൽ മകന്റെ കുട്ടിക്കുണ്ടാവുമല്ലോ. ആ കുട്ടിനെ ഒന്ന് കാണിച്ചു ചോദിച്ചു. കുട്ടി ഉറങ്ങല്ലേ ആണ്. ആയിക്കോട്ടെ, പോകുമ്പോ കണ്ടാൽ മതിയാണ്. അങ്ങനെ പോകുമ്പോ അതിന് കുട്ടി ഉണർന്നു. കുട്ടീനെടുത്ത് നമ്മൾ ചോദിച്ചു. അപ്പൊ കുട്ടിന്റെ മറുക് കൈപ്പറയിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് മറുകുണ്ടാവും പല സ്ഥലത്തും. ആ മറുക് കാണിച്ചു, നീലക്കത്. ഇതാണ് അടയാളം തന്നു. അൽഹംദുലില്ലാ, ഖൈർ ഖൈർ. നമ്മൾ ബാറക്കല്ലാഹു ഫീ കുറെ ദുആ എന്നിട്ട് നമ്മൾ പോന്നു. അപ്പൊ സത്യത്തിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹം കൃത്യമായി സ്ഥാപിച്ചത് ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണെന്നാണ്. അദ്ദേഹം പോലും ഞാൻ സയ്യിദാണെന്ന് പറയുന്നില്ല. തീർത്തും വാസ്തവ വിരുദ്ധമായ വാദഗതിയാണ്. ഇനി ബഹുമാന്യരായ ഉസ്താദ് ബഹാവുദ്ദീൻ ഉസ്താദ് മറുപടി പറയുന്നതിന് തൊട്ടു മുമ്പ് ഒന്നുകൂടി പേരോട് വരണമല്ലോ. 100% പേരോടിന് ഈ വ്യക്തിയെ വിശ്വാസമാണെന്ന് പേരോട് പറയുന്നത് കേൾക്കാം. പറഞ്ഞു ഒക്കെ വേറെ ചർച്ച ചെയ്തോ. നമുക്ക് നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഇന്ന് 3 മുടിക്കഷ്ണം, 2 കറക്കാത്തി സീതന്മാരിൽ നിന്ന് ലഭിച്ചു, 1 അഹമ്മദ് ഖദരിയിൽ നിന്ന് ലഭിച്ചു. ഈ തന്ന മുഴുവൻ ആളുകളിൽ 100% മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമാണ്. വേറെ ആയിക്കൊണ്ടല്ലേ നമുക്കറിയാം. ഞാൻ ചോദിക്കുന്നേ, മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ കുറ്റാടിയിലുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പേരോട്ടുള്ള ഒരു 2 ആളാണോ? പേരോട്ടുള്ള ഒരാൾ ഇപ്പൊ ഈ സ്റ്റേജിലുണ്ട്. അദ്ദേഹത്തിന് ഏതായാലും ഈ വിശ്വാസമില്ല, ഈ പറഞ്ഞതുമല്ല. പേരോട് താമസിക്കുന്ന ഒരാളിവിടെ ഉണ്ട്. അപ്പോ മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമുണ്ടെന്ന പച്ചക്കള്ളം പറയാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ജ്വാലിയവാലെ അറിയില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ നേരിൽ കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ്. 100% ഉറപ്പാണ്. എന്നാ പറയട്ടെ, ഏത് സമയത്ത് എപ്പോ എവിടുന്ന് കണ്ടു അത് പറയാൻ പോലും പേരോടിന് കഴിയില്ല. അൻസാർ മാസ്റ്ററുടെ പറഞ്ഞു. അപ്പോ പേരോട് ഉസ്താദ് സാധാരണ പറയാറുള്ളത്, മനുഷ്യന്മാരെല്ലാവരും സാധാരണ മതപ്രസംഗം നടത്തുന്ന ആൾക്കാരെല്ലാവരും ബോധ്യപ്പെട്ടത് തന്നെയാണ് പറയുക. ബോധ്യപ്പെട്ടതല്ലേ പറയാൻ പാടുള്ളൂ, സത്യമല്ലേ പറയാൻ പാടുള്ളൂ. പക്ഷെ ഇദ്ദേഹം സാധാരണഗതിയിൽ പറയും, ഞാൻ എനിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ക്ലിപ്പ് കേട്ടു തൊട്ടു മുമ്പ്. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി 100% വിശ്വാസമാണ് മുസ്ലിം ഉമ്മത്തിന് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞാൻ ഈ അടുത്ത് നൊച്ചാട് എന്നുള്ള സ്ഥലത്ത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മുഖാമുഖം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിതിന്റെ ബാധ്യത ഇരട്ടിച്ചത്. കാരണം അദ്ദേഹം 100% വിശ്വാസമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹത്തെ പറ്റി പഠിച്ചിട്ടുണ്ടാകും. കാരണം പഠിക്കാതെ പറയാറില്ല എന്നാണല്ലോ. സത്യത്തിൽ പിന്നീട് ബോധ്യപ്പെട്ടു ഇദ്ദേഹത്തിന് ജാലിയവാലയെ അറിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വ്യക്തി സംഭാഷണത്തിൽ പറഞ്ഞത്, ഞാൻ അയാളെപ്പറ്റി പഠിക്കാത്തത് തന്നെ എനിക്ക് ഒസ്വാസ് കയറുമെന്ന് പേടിച്ചിട്ടാണ്. അപ്പോ പഠിച്ചിട്ടില്ല എന്ന് സമ്മതിച്ച അയാളെ പറ്റിയാണ് മുസ്ലിം ഉമ്മത്തിന് 100% വിശ്വാസമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഞാനൊരു സഖാഫിയോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ചോദിച്ചു, മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ ചോദിച്ചു, ഞങ്ങളൊക്കെ അതിൽ പെടുന്നാണ് വിചാരിച്ചത്. അപ്പൊ പറഞ്ഞു, അത് AP ഉസ്താൻ അംഗീകരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പൊന്മളനെങ്കിലും ഈ ഉമ്മത്തിപ്പെടുത്തണമായിരുന്നു. കാരണം പൊന്മള അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് 100% അദ്ദേഹത്തിന് വിശ്വാസമാണെന്ത് പൊന്മളക്ക് ഇയാൾക്ക് പെണ്ണിനെ തൊടാൻ പറ്റുമോ ഇല്ലോ എന്നുള്ള മസാല അറിഞ്ഞൂടാ. അതാ പൊന്മള പറഞ്ഞു. അപ്പോ ഇങ്ങനെ കളവ് പറയാൻ വേണ്ടി ആമുഖം പറയാ, ഞാൻ ജീവിതത്തിൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ പറഞ്ഞിട്ടില്ല എന്ന് ആമുഖം പറഞ്ഞ് കളവ് പറയാ.
അതിന് ഈ സാധാരണ പറയാ ഈ കളവ് എല്ലാവർക്കും പറയാൻ പറ്റും. ഇമാമിങ്ങൾ പറഞ്ഞു വഞ്ചിക്കണമെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ മാത്രമേ വഞ്ചിച്ചോളൂ. അപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തത് കവിതല്ല, ഖിയാനത്താണ്, വഞ്ചനയാണ്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ വഞ്ചന സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ ഞങ്ങളെപ്പോലെ അനുഭവിച്ചറിഞ്ഞവരുടെ ബാധ്യതയായതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയെന്ന് സാന്ദർഭികമായി പറയുകയാണ്. അടുത്ത ചോദ്യം ഉസ്താദിനോടാണ്. ചോദ്യകർത്താവ് പേര് പറഞ്ഞ് ചോദ്യം ചോദിക്കും. മുഹമ്മദ് സാദിഖ്. അഹമ്മദ് ഹസ്രജിയുടെ സഹോദരൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു മുടിയില്ല എന്ന് പറയുന്ന ഒരു കത്ത് കൊണ്ടുവന്നുവല്ലോ. താങ്കൾ സമ്മേളനത്തിൽ വായിച്ചതും പത്രക്കാർക്ക് കൊടുത്തതും 2 കത്താണെന്ന് പറഞ്ഞ് പേരോട് അതിനെ കളവാക്കിയിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കത്ത്, ഒറിജിനൽ കത്ത് എൻ്റെ കയ്യിലുണ്ട്. ഒറിജിനൽ തെളിവ് നീലമഷീര 3 പേജിലും 3 പേജുള്ള കത്താണ്. 3ാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ പേര് ഹസൻ ബിൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ ഷെയ്ഖ് ഹസൻ അൽ ഖസ്റജി എന്ന് എഴുതിയിട്ട് ഒപ്പിട്ടിട്ട് 28/4/2011 നീലമഷീൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. ഈ കത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ കള്ളമുടിക്കെതിരെ ഏറ്റവും ആദ്യമായി പൊതുവേദിയിൽ ശബ്ദിച്ചത് ഈ വിനീതനായിരുന്നു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ഞങ്ങൾ വേറൊരു പരിപാടിക്ക് അവിടെ പത്രസമ്മേളനം വിളിച്ചതായിരുന്നു. അന്നാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിന് എന്നോട് വലിയ രോഷമാണ്. അതിന് മറ്റൊരു കാരണം, ഇങ്ങനെയുള്ള വിവാദങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും ഞാൻ സാധാരണ ഇറങ്ങി വരാറില്ല. ഞാൻ അതിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ വരാൻ കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വ്യാജം പറയുക എന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് മഹാന്മാരൊക്കെ അവരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, സഹീഹായ ഹദീസിലുണ്ട്. ആവശ്യമാണെങ്കിൽ അത് വഴി വായിക്കും. അപ്പൊ ഞാൻ ആയിടെ അബുദാബിയിലേക്ക് പോയപ്പോൾ ഇതിന്റെ നിജസ്ഥിതി അറിയണം. ആദ്യം ഞാൻ നിഷേധിക്കാൻ കാരണം, കേരളത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ലഭിക്കുകയാണെങ്കിൽ കാന്തപുരം അല്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനെ ലഭിക്കുകയുള്ളൂ എന്ന് പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട്. ഒന്ന്. രണ്ടാമത്, അന്ന് ജനുവരി 30 അവിടെ ആടിയ നാടകം, അത് ഞാൻ അവിടെ പങ്കെടുത്തിട്ടില്ല. ഞാൻ അതിന്റെ CD കേട്ടു. എനിക്ക് മനസ്സിലായി ഇത് നുണയാണ്. അതിന്റെ ആ ഭാവഭാവങ്ങളും അതിന്റെ പ്രകടന ഘോഷവും ഒക്കെ കണ്ടപ്പോൾ അതൊക്കെ വെച്ചാണ് ഞാൻ ആദ്യമായി പ്രസ് ക്ലബിൽ അത് പറഞ്ഞ്, അങ്ങനെ പത്രങ്ങളിലൊക്കെ അത് വന്നു. അങ്ങനെ അതിനടുത്ത് അബുദാബി പോയപ്പോൾ ഈ കക്ഷി ഹസൻ ഖസ്റജി ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് ഖസ്റജി പിതാവുള്ള കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ വലിയ ബിസിനസ് രംഗത്തുള്ള വലിയ സമ്പന്നരാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും കാണാൻ വലിയ പ്രയാസം. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടി. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി എഴുത്തു മുഖേന അത് സംഗതികളൊക്കെ വിശദമാക്കി കൊടുത്ത്, ഞങ്ങൾക്കിതിനെതിരെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഈ ബലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ ഒരു സാക്ഷ്യം, ഒരു എഴുത്ത് അല്ലെങ്കിൽ രേഖ ആവശ്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം അതിന് ചെറിയൊരു മറുപടിയാണ് കിട്ടിയത്, ഒരു ഒറ്റ പേജിലുള്ള മറുപടി. ഇതുപോലെ ഒരു A4 അതിന്റെ ആമുഖവും ഒപ്പുമൊക്കെ ഉള്ള, അതിന്റെ മാറ്റർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അത് കിട്ടിയപ്പോ ഈ കത്ത് പോരാ, ഞങ്ങളുടെ നാട്ടിലെ പശ്ചാത്തലം വളരെ രൂക്ഷമാണ്, അതുകൊണ്ട് കുറച്ച് വിശദീകരണമുള്ള കത്ത് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ 3 പേജുള്ള കത്ത്. അദ്ദേഹത്തിന്റെ പേരിൽ അതിന്റെ അടിയിൽ അതിന്റെ അഡ്രസ് ഉണ്ട്, ഫോണുണ്ട്, ഫാക്സ് ഉണ്ട്, പിന്നെ പോസ്റ്റ് ബോക്സ് ഉണ്ട്, ഇംഗ്ലീഷിലും അറബിയിലും അതുണ്ട്. ഇതിൽ 3 പേജുള്ള കത്ത് എനിക്ക് കിട്ടിയത്. പക്ഷെ ഈ കത്ത് കിട്ടി വന്ന് പത്രസമ്മേളനം വിളിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈ 3 പേജ് പത്രക്കാർ ഒരിക്കലും പ്രസിദ്ധീകരിക്കൂല. കാരണം 3 പേജ് പ്രസിദ്ധീകരിച്ചാൽ പത്രത്തിന്റെ പേജ് കഴിയുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ കത്തിൽ തന്നെ അതിന്റെ സംഗ്രഹമുണ്ട്. അതിനാൽ പത്രക്കാർക്ക് ആ പേജ് കൊടുക്കാൻ തീരുമാനിച്ച് പത്രക്കാർക്ക് അത് കൊടുത്ത് അൽഹംദുലില്ലാഹ് ചില പത്രങ്ങളിൽ അത് ഒന്നും ചെയ്തു, 1 പേജായതുകൊണ്ട്. അപ്പൊ ഈ 2 കത്ത് കിട്ടിയത് ജനങ്ങളുടെ അതിന്റെ പശ്ചാത്തലം ജനങ്ങൾക്കറിയില്ലോ.
പശ്ചാത്തലം അറിയുമ്പോഴേ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ അതിന്റെ ശേഷമാണ് ദാറുൽ ഹുദയിൽ സമ്മേളനം ഉണ്ടായത്. ആ സമ്മേളനത്തിൽ ഞാൻ ഈ 3 പേജുള്ള കത്ത് വായിച്ചു. അന്ന് ഈ പറഞ്ഞ മാതിരി ഞാൻ ഹൈദരലി തങ്ങളാണ് അധ്യക്ഷൻ, ദാറുൽ ഹുദയുടെ പ്രസിഡന്റാണ്. ഞാൻ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് ഒറിജിനലാണ്, നീലമഷികളുടെ ഒപ്പ് തങ്ങൾ നോക്കി ഒത്ത് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞ് തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് 3 പേജുള്ള കത്ത് വായിച്ചത്. ഈ 3 പേജുള്ള കത്തിലാണ് അതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരണങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര വരെ എന്നാൽ കേരളത്തിലെ പണ്ഡിതന്മാര് ഈ വലാലത്തിനെതിരെയുള്ള പരസ്യമായ പോരാട്ടം ഏറ്റെടുക്കണമെന്നവരെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വഹമ്മിലുക്കും വബിഹാദിഹി റിസാല വഹമ്മിലുക്കും മസ്ഊലിയതൻ അസീമ വഹിയ മുഹാറബത്തു ഹാദിഹിൽ ഖുറാഫാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വ്യാജം പറഞ്ഞുകൊണ്ടുള്ള ഈ ദുർനടപടികളൊക്കെ, അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരെ നിങ്ങൾ രംഗത്ത് വരണമെന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ മേൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. കത്ത് വിശദീകരിക്കാൻ കൂടെ സമയമില്ല. അങ്ങനെ അൽ ഖുലാസ വായിക്കാം. ഈ ഖുലാസ മറ്റേ കത്തിലുണ്ട്. അൽ ഖുലാസ 1 അശ്ശാറാത്തുല്ലതി ഇൻദൽ അഹ്മദ്. ഇത് എഴുതുന്ന ആളുടെ പേര് ഹസൻ ഇബ്നു ഷെയ്ഖ് മുഹമ്മദ്. മുടി കൊണ്ടുവന്നെടുത്ത മുടിയന്റെ പേര് അഹ്മദ് ഇബ്നു ഷെയ്ഖ് മുഹമ്മദ്. അശ്ശാറാത്തുല്ലതി ഇൻദൽ അഹ്മദ് ഹിയ ലൈസത് മിന അശ്ശാഇർ الشريف لسيدنا رسول الله صلى الله عليه وسلم بل هي كذب ولا نعرف من أين أتى بها. ഞങ്ങളുടെ സഹോദരൻ അഹമ്മദിന്റെ കയ്യിലുള്ള മുടി നബിതങ്ങളുമായി അതിനൊരു ബന്ധവുമില്ല, അത് നുണയാണ്. എവിടെ നിന്നാണ് അവൻ അത് കൊണ്ടുവന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. 2 ലം തകുൻ ഹാദിഹി ശഅറാത്തു ഫി അഹ്ദിൽ വാലിദി യർഹമുഹുല്ലാഹ്. ഞങ്ങളുടെ പിതാവ് പരേതനായ പിതാവിന്റെ കാലത്ത് ഈ മുടികൾ ഉണ്ടായിരുന്നില്ല. വലം നസ്മഅഹു യതഹദ്ദസ അൻഹാ. പിതാവ് ഈ മുടികളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുമില്ല. വലം യുഇറഹ അദ്ന ഇഹ്തിമാമിൻ ഹീനമാ ലഹറത് അവ്വല മർറ ഇൻദൽ അഹ്മദ്. പിതാവിന്റെ അവസാന നാളുകളിലാണ്, പാപ്പ ഏതായാലും കട്ടിലൊയ്യാൻ പോവാണ്, ഇങ്ങനെ ഒരു നാടകവുമായി രംഗത്ത് വന്നാൽ നല്ലതാന്ന് തോന്നിയിട്ട് അവസാന നാളുകളിലാണ് ഇവൻ ഈ മുടിയുമായിട്ട് വന്നത്. അന്ന് തന്നെ പാപ്പ അതിനൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. വലം യുഇറഹ അദ്ന ഇഹ്തിമാമിൻ ഹീനമാ ലഹറത് അവ്വല മർറ ഇൻദൽ അഹ്മദ്. 3 لم تكن هذه الشعارات متوارثة من الآباء والأجداد كما يدعي الأخ أحمد. അനുജൻ അഹമ്മദ് വാദിക്കുന്നത് പോലെ ഈ മുടികൾ പരമ്പരാഗതമായി പിതാക്കളിലൂടെയും പ്രപിതാക്കളിലൂടെയും ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നതല്ല. 4 ഇമാറത്തുൽ അൻസാർ. ലോകത്തുള്ള ആകെ അൻസാരികളുടെ നേതാവാണ് അഹമ്മദ് എന്നാണ് അവന്റെ വാദം. ഇമാറത്തുൽ അൻസാർ അല്ലതി യദ്ദഈഹ അൽ അഖ് അഹ്മദ് ഹിയ മഅൽ അസഫ് കദിബുൻ മിൻ അകാദീബിഹി വലൈസ ലഹാ അസ്ലുൻ വലാ ദലീൽ. അത് അവൻ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയ കളവാണ്, അതിന് യാതൊരു അടിസ്ഥാനവും പ്രമാണവും ഇല്ല എന്ന് പറഞ്ഞ ഹാദാ വസല്ലല്ലാഹു വസല്ലമ വബാറക എന്ന് പറഞ്ഞ കത്ത് അവസാനിക്കാം. ഈ കത്ത് ലഭിച്ചപ്പോൾ, ഈ വിശദീകരിച്ചുള്ള കത്ത് ലഭിച്ചപ്പോൾ നമുക്ക് മറ്റൊരു നിധി കൂടി കിട്ടി എന്ന് പറഞ്ഞാൽ, ആ കത്തിന്റെ കൂടെ വേറെ ഒരു കത്തിന്റെ കോപ്പി മറ്റേലുള്ള അതായത് സൈഫ് ബിൻ സായിദ് അൽ നഹ്യാൻ. സൈഫ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്ന് പറഞ്ഞത് പിന്നെ UAE-യിലെ ഉപപ്രധാനമന്ത്രിയാണ്, വിദേശകാര്യ മന്ത്രിയുമാണ്. سمو الشيخ سيف بن زايد آل نهيان الموقر نائب رئيس مجلس الوزراء وزير الداخلية. അദ്ദേഹത്തിന് ഈ ഉപപ്രധാനമന്ത്രിക്ക് ഇതേ കത്തെഴുതിയ ഹസൻ ബിൻ ഷെയ്ഖ് മുഹമ്മദ് ഖസ്റജി എഴുതിയ ഒരു കത്താണിത്. ആ കത്തിലുള്ളത്, അദ്ദേഹം ഉപപ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ പറയുന്നത്, ലഖദ് വസലത്നി റിസാല ഹാത്തിഫിയ ബിതാരീഖ്. എനിക്ക് ഒരു ടെലിഫോൺ മെസ്സേജ് കിട്ടി 20/12/2009. മൊബൈൽ നമ്പർ
2016831500. 20 എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ നമ്പറാണ്. വബഅദ തഅഖുദ് മിൻ മുർസിലിഹ, ആരാണ് മെസ്സേജ് അയച്ചത് ഞാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ തബയ്യന ലി അന്ന മുർസിലഹൽ അഹ്മദ് അഷ്ശൈഖ് ഇബ്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഖസ്റജി, എന്റെ അനുജൻ അഹമ്മദ് അയച്ചതാണെന്ന് മനസ്സിലായി. വഖദ് ജാഅ ഫി റിസാല, മെസ്സേജിലുള്ളത് താഴെ പറയുന്നതാണ്. ബിഫദ്ലിൻ മിനല്ലാഹി വമിന്നതി തമ്മത് മുബായഅതി ളുഹ്റ അൽ ബാരിഹ അമീറൻ അലാ അൻസാരിൽ ആലമി മിനൽ ഔസ് വൽ ഖസ്റജ് അൽ ബാലിഗി അദദുഹും 54 مليون في العالم، وذلك من قبل 17 وفد يمثل أنصار الدول العربية والإسلامية، وبحضور 4000 من أنصار مصر، وتحت رعاية رئيس مصر، وبحضور مسؤول الحكومة. മെസ്സേജിലുള്ളത് എന്നാൽ അയച്ചാളെ പേര് അഹമ്മദ് ബിൻ ഷെയ്ഖ് മുഹമ്മദ് അൽ ഖസ്റജി. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്നലെ ഉച്ചക്ക് ലോകത്താകമാനമുള്ള 54 മില്യൺ അൻസാറിന്റെ ഔസ് ഖസ്റജിന്റെ പരമ്പരയിൽപ്പെട്ട അവരാണ് അൻസാർ. അവരെ നേതാവായി ഞാൻ ഉടമ്പടി ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് 17 നിവേദക സംഘങ്ങൾ ആണ് എനിക്ക് ബൈഅത്ത് ചെയ്തത്. ഈജിപ്തിലെ 4000 അൻസാറും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. ഇതാണ് മെസ്സേജ്. എന്നിട്ട് ഇക്കാക്ക, അതായത് ഹസൻ ഖസ്റജി ഉപ പ്രധാനമന്ത്രിയോട് പറയാണ്, ലിഹാദ വലിമാ ജാഅ അലാഹു ഫഇന്നനി അന ഹസൻ ഇബ്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഖസ്റജി ഉഅലിൻ ലിസുമുവിക്കും വലിൽ ആമ്മത്തി വൽ ഖാസ ഇന്നനി ബരീഉം മിൻ തസറുഫാത്തി അഹ്മദ്. ഞാൻ ഇവന്റെ ഈ കോപ്രായങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഞാൻ നിരുത്തരവാദിയാകുന്നു എന്ന് അങ്ങയെ ഞാൻ ഉണർത്തും. من حيث إعلان نفسه أميرا للأنصار وبريء من ادعاءاته بأن لديه آثار نبوية ورثها أو بعضا منها عن آبائه وأجداده، وأنني أعلن للداني والقاصي بأن آباءنا وأجدادنا لم يكن لديهم آثار نبوية ولم يتعاملوا بها إطلاقا، كما أود أن أعلن بأنني شخصيا لا أعترف بكل ما يصدر عنه من تصرفات، وخصوصا فيما يخص أو يمس اسم عائلتنا الخزرجي. ഞങ്ങളുടെ പിതാവിനോ പിതാമഹന്മാർക്കോ ആർക്കും ഇങ്ങനെ ഒരു ആധാറും ലഭിച്ചിട്ടില്ലായിരുന്നുവെന്ന് ലിദ്ദാനി വൽ ഖാസി, നാട്ടുകാരോടും ലോകത്തുള്ള സകല ജനങ്ങളോടും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അടുത്ത് ഒരു വിധത്തിലുള്ള ആസാർ നബവിയ പ്രവാചകീയ അസറുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അഹമ്മദ് പറയുന്ന ഈ ജാതി വ്യാജങ്ങൾക്കൊന്നും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. എന്നിട്ട് പിന്നെ അവസാനം പറയുന്നത് كما أود أن أعلن تأكيدا بأن أميرنا وشيخنا وحاكمنا هو حضرة صاحب السمو الشيخ خليفة بن زايد آل نهيان حفظه الله، الذي ندين له بالولاء والطاعة، وولي عهده الأمين. إنما ينشره الأخ أحمد فيه من الغموض الشيء الكثير ودعوة لخلق وضع مريب في الدولة، وحتى لا يظن الآخرون أنني معه أو أناصره لذلك وجب التنبيه للعامة والتصريح لسموكم بأنني بريء من تصرفاته وأنكرها ولا أقره عليها. ഇത് ഞാൻ ഇങ്ങനെ രേഖാമൂലം അങ്ങയെ അറിയിക്കാനുള്ള കാരണം, ഇത് ഞങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളും അഹമ്മദിന്റെ ഈ വ്യാജവാദങ്ങളോടും വ്യാജപ്രചാരണങ്ങളോടും ഒക്കെ സമരസപ്പെടുന്നുണ്ട്, താതാത്മ്യപ്പെടുന്നുണ്ട്, അവന് ഞങ്ങൾ പിന്തുണ നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഞാനിത് അങ്ങയെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു നടപടി എടുക്കണം. അന്തലാഹു ഹബ്ബൻ ലിമിസ്ലി ഹാദിഹി തുർറാത്ത് راجيا من سموكم الكريم وحفاظا على سمعة والدنا الذي قضى جل عمره في خدمة أبو ظبي الحبيبة. അങ്ങയോടും ഞങ്ങളുടെ പിതാവ് ഈ രാജ്യത്തിന് വേണ്ടി വളരെ വിലപ്പെട്ട സേവനങ്ങൾ ചെയ്ത ആളാണ്. പിതാവിന് ദുഷ്പേര് വരാതിരിക്കാനും أن تضعوا حدا لمثل هذه الترهات, ഈ ജാതി വിടുവായത്തങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് അഹമ്മദിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം. التي يقوم بها الأخ أحمد وحتى لا يذهب بقية أفراد العائلة ضحية لهذه التصرفات. السلام عليكم. حسن بن الشيخ محمد الخزرجي
ഡേറ്റ് 23/12/2009 എന്ന് പറഞ്ഞാൽ 2009 ഏറ്റവും അവസാനം. പിന്നെ 2010 കഴിഞ്ഞ് 11 മുടി വിടത്തി. അപ്പൊ ഇതാണ് കത്തിന്റെ. ഇത് ഞാൻ രണ്ടാമത് പറഞ്ഞു തന്നത്, ഒരു രാജ്യത്തെ ഉപപ്രധാനമന്ത്രിയോട് ഈ കുടുംബത്തിൽപ്പെട്ട ഈ മുടി കൊണ്ടുവന്നു എന്ന് പറയുന്ന ആളുടെ സ്വന്തം രക്തബന്ധുവായ അല്ലെങ്കിൽ സഹോദരനായ ഉടപ്പിറപ്പായ ഹസൻ ഖസ്റജി, അദ്ദേഹത്തിന്റെ മറ്റു വേറെ 4 സഹോദരന്മാരുടെ എല്ലാവരും ആ അഭിപ്രായക്കാരാണ്. ഇയാൾ മാത്രമാണ് ഈ മുടിയനായിട്ടുള്ളത്. ഇതാണ് കത്തിന്റെ വസ്തുത. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സമയം വളരെ പരിമിതമാണ്. അസ്സലാമു അലൈക്കും. അത് പറഞ്ഞതിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചിട്ടില്ലെന്ന് സഹോദരൻ തെളിവ് നൽകുകയാണ്. പക്ഷെ കാന്തപുരം പറയുന്നു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആര് പറഞ്ഞത് വിശ്വസിക്കണം? കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആര് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമെന്ന്. വളരെ വ്യക്തമായി ലോകത്ത് തെളിഞ്ഞു നിൽക്കുന്ന സംഭവമാണ്. അതിലെ വൈരുദ്ധ്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വയ്യ വരാനുണ്ട്. പക്ഷെ ഈ കത്ത് ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു കത്തായിരുന്നു. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യകർത്താക്കളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിട്ടുണ്ടാവാം. മാപ്പ് ഉസ്താദേ, മാപ്പ്, അറിയാതെ ചോദിച്ചു പോയി, ഇവരുടെ കളവുകളിൽ കൂടിപ്പോയി, അറിയാതെ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഏതായാലും ആ കത്തിന്റെ അവസാനത്തിൽ ഗവൺമെന്റിന് അയച്ച കത്ത്, ഉപപ്രധാനമന്ത്രിക്ക് അയച്ച കത്ത്, രാജ്യത്തെ ഭരണാധികാരിക്ക് അയച്ച കത്തുണ്ട്. ഈ സദസ്സ് ആവശ്യപ്പെടുന്നു, ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നു, അബൂദാബിയിൽ ചെന്ന് ഷെയ്ഖ് സൈഫിനോട് അന്വേഷിച്ച് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് രേഖയായി കിടക്കും എന്നറിയാവുന്ന ഉദ്ബുദ്ധ കേരളം ആവശ്യപ്പെടുന്നു പരിശോധിക്കാൻ. അബൂദാബിയിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഉസ്താദ് എപ്പോഴും ഗൾഫിലും അമേരിക്കയിലും ലണ്ടനിലൊക്കെ ആയിരിക്കും. ഇപ്പൊ ആകാശത്തോടെ പറക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് വിട്ടേക്ക്, അവിടെ ഇറങ്ങാൻ വേണ്ടി അന്വേഷണം നടക്കട്ടെ. ഏതായാലും ഈ കത്ത് ഇപ്പോൾ ഒന്നുകൂടി വരാൻ കാരണം, അന്ന് ഞങ്ങൾക്ക് ചൊല്ലിപ്പഠിപ്പിച്ച് തന്നിരുന്നത് കത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പക്കിട്ട് ആർക്കും കൊണ്ടുവന്നോട് ഉസ്താദ്. ഇപ്പൊ അതിനെയാണ് ഇവിടെ വളരെ കൃത്യമായി തെളിവുകളോടെ വളരെ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുന്നത്. അന്ന് പറഞ്ഞത് കത്ത് ആർക്കും കൊണ്ടുവന്നൂടെ, ഓഡിയോ വീഡിയോ ഒന്നും ഇല്ലാതെ ഇക്കാലത്ത് അതൊരു തെളിവാവോ എന്നാ ചോദിച്ചത്. ഈ അടുത്ത് ഇവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇവരുടെ മർക്കസിന് ഉയർച്ച നൽകണേ പടച്ചോനെ എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്, ഹാഫിൽ അബ്ദുല്ലാഹിൽ ഹക്കീം. എന്നെ പുറത്താക്കിയ തൊട്ടു പിന്നാലെ മൂപ്പരും പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ ചാനലിൽ പറഞ്ഞു, മൂപ്പര് മർക്കസിന് വേണ്ടി ദുആ ചെയ്തു, എന്നെയും പുറത്താക്കി, മർക്കസിന് വേണ്ടി ദുആ ചെയ്ത ആളെയും പുറത്താക്കി. രണ്ടും കിട്ടും. അപ്പൊ ഞങ്ങൾ രണ്ടും കണക്കാണ് ആവശ്യം. ആ പുറത്താക്കപ്പെട്ട വ്യക്തിയെ ഇപ്പോൾ പുറത്താക്കിയെടുത്തുനിന്ന് ഒന്നുകൂടി പുറത്താക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഇവർ ഒരു കത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഉസ്താദ് കൊണ്ടുവന്ന കത്ത് ഇവിടെ പരിശോധനയ്ക്ക് ഹൈദർലി ശിഹാബ് തങ്ങളെ കാണിച്ച സംഭവം പറഞ്ഞു. അത് തെളിവായി എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നതാണ്. മുസ്ലിം കേരളത്തിന്റെ സൗഹൃദങ്ങളുടെയും സൗഗന്ധികങ്ങളുടെയും ഒക്കെ ഈടുവപ്പായ സത്യസന്ധതയുടെ അടയാളമായ ഹൈദർലി ശിഹാബ് തങ്ങൾ അത് സാക്ഷീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഹാഫിളിനെതിരെ, ഹാഫിളിന്റെ വാക്താവായിട്ടല്ല ഞാൻ പറയുന്നത്, ഞാനിത് അന്ന് വന്ന ദിവസം എന്റെ ഫേസ്ബുക്കിൽ ഇട്ടതാണ് ഈ വാദം, ഈ വിഷയം. ഹാഫിൾ ആരോ ആവട്ടെ, ഹാഫിൾ നല്ല ആളാണ് നിങ്ങളാ പറഞ്ഞത്, മോശം ആളാണെന്നും നിങ്ങൾ തന്നെയാ പറയുന്നത്. നിങ്ങൾ ഏത് സ്വീകരിക്കണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. ഈ ഹാഫിൾ അബ്ദുല്ലാഹിൽ ഹക്കീമിനെ പറ്റി വന്ന കത്തിൽ ഒപ്പുമില്ല, സീലുമില്ല, ഒന്നുമില്ല. ഞങ്ങളത് വിശ്വസിച്ചുകൊള്ളാം. കാരണം നിങ്ങൾ സത്യം മാത്രം പറഞ്ഞ് പരിചയമുള്ളവരാണല്ലോ നിങ്ങൾ അനുയായികൾ പഠിപ്പിച്ചത്. അപ്പൊ നിങ്ങളെ കാന്തപുരത്തിന് മഹത്വമുണ്ടെന്ന് പറഞ്ഞ ആളെ നിങ്ങൾ പുറത്താക്കി കാണിച്ചു തന്നു. അതിന് നിങ്ങൾ കൊണ്ടുവന്നത് ഒരു കത്താണ്. ആ കത്ത് ഒരു രേഖയാക്കാൻ പറ്റുന്ന കത്ത് പോലുമല്ല. ഇപ്പോൾ അത് നിങ്ങൾ പ്രചരിപ്പിക്കുക. അങ്ങനെ പ്രചരിപ്പിക്കുന്ന കൂട്ടുകാരെ നമുക്കൊന്ന് ആരോഹണ ക്രമത്തിൽ തന്നെ കത്തുകളെ പരിശോധിച്ചൂടെ എന്ന് ചോദിക്കാനാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നത്. ആദ്യം കൊണ്ടുവന്ന ഞങ്ങളെ കത്ത് നിങ്ങൾക്ക് ഇനി സ്വീകരിച്ചുകൂടെ? ഹാഫിളിനെയും നമുക്ക് തള്ളാം, ഹാഫിളിനേക്കാൾ വലുതായി ലോകത്തറിയപ്പെട്ട ഖസ്റജിയും നമുക്ക് തള്ളാൻ ഈ കത്ത് മതി. പിന്നെ കത്ത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞവർ പണ്ടൊരു കാലത്ത് 35 കൊല്ലം മുമ്പ്, 35ാം വാർഷികത്തിന്റെ സമയം കഴിഞ്ഞ് 5 മാസമായെന്ന് തോന്നുന്നു, അരീക്കാട് പള്ളിയുടെ പേരിൽ ബഹുമാന്യനായ, അത് പറയുമ്പോൾ അങ്ങനെ തന്നെ ചേർത്തണം, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ ആരോപണം വന്നു. ലക്ഷങ്ങൾ
എന്തോ ആക്കി. ആ ആരോപണം വന്നപ്പോ അദ്ദേഹം അതിന് മറുപടി കൊണ്ടുവന്നത് ഷെയ്ഖ് ഹുലൈബിന്റെ ഒരു മലബാരി ലിപിയിൽ എഴുതിയ അറബിക്കത്തായിരുന്നു. അത് സ്വീകരിക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ആവശ്യപ്പെട്ട ആ സമൂഹത്തോട് ഞങ്ങൾ ചോദിക്കുന്നു, ഈ ഒപ്പം സീലുമുള്ള കത്ത് സ്വീകരിക്കാൻ മനസ്സാക്ഷിയില്ലെങ്കിലും നിങ്ങളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ഇത് സ്വീകരിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താ നിങ്ങൾ പറയുന്നത്? കത്തിന്റെ കഥ അങ്ങനെയാണ്. ഏതായാലും കത്തുകൾ നീങ്ങട്ടെ. അടുത്ത ചോദ്യം അൻസാർ മാഷോടാണ്.